പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് ദാനമായി തന്നു. കർത്താവിനോടുകൂടി ആയിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടൊന്നുമില്ല. കർത്താവിനോട് കൂടി ആയിരിക്കുന്നതാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലാഭകരമായ കാര്യം. കർത്താവിനെ കേൾക്കുക, കർത്താവിനെ കൂടുതലായിട്ട് അറിയുക, കർത്താവിനെ കൂടുതലായിട്ട് പ്രാപിക്കുക, ഇതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയങ്ങൾ ഒട്ടും നഷ്ടമാക്കാതെ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞു തുടങ്ങിയ കാര്യം വീണ്ടും തുടർന്നും പറയാനായിട്ട് ആഗ്രഹിക്കുക. അപ്പോൾ നമ്മൾ ക്രിസ്തീയ ജീവിതം അത് ക്രിസ്തു കേന്ദ്രീകൃതമാണ്. പൗലോസ്ലീഹായുടെ അന്തിമ മൊഴികളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ തന്നെ താൻ പാനീയയാഗമായി ദൈവത്തിന് അർപ്പിച്ചു. താൻ എന്നിട്ട് പറയാണ്, ഞാൻ നല്ല പോർ പൊരുതി, നല്ല ഓട്ടമോടി, വിശ്വാസം കാത്തു, ഇനി താൻ കിരീടധാരണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുക. വളരെ വളരെ പ്രത്യാശ നിറഞ്ഞ ഒരു ജീവിതം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഓരോ ഭക്തന്മാരുടെ ജീവിതവും വളരെയധികം കഷ്ടങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞതായിരുന്നു. അവർ നല്ല ദർശനത്തോടെ ആ ഓട്ടം ഓടി തികച്ച് അക്കരനാട്ടിലെത്തി. അപ്പോൾ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം, ഇപ്പോൾ നമ്മുടെ ഊഴമാണ്. നമ്മൾ ക്രിസ്തീയ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത്? യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? ഇതൊരിക്കലും നമ്മുടെ കഴിവുകൊണ്ടോ ശക്തി കൊണ്ടോ അല്ല. ഇപ്പം കർത്താവിനോട് കൂടെ ശിഷ്യന്മാർ പാർക്കുമ്പോൾ, അല്ല ശിഷ്യന്മാരുടെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് വേണ്ടിയതെല്ലാം കരുതിയത് കർത്താവാണ്. അവരുടെ ജീവിതത്തിലെ വിജയ രഹസ്യം കർത്താവ് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ അവരെ കർത്താവ് അനാഥരായി വിട്ടില്ല. കർത്താവ് പോകുമ്പോൾ കർത്താവ് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യം, ജോൺ ഗോസ്പൽ ചാപ്റ്റർ 14:16, അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പോൾ ഇവിടെ ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുക. അപ്പോൾ ഈ പരിശുദ്ധാത്മ ശക്തിയാൽ മാത്രമേ നമുക്ക് പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ കഴിയൂ. നമുക്ക് നമ്മുടെ ശക്തിയാൽ നമുക്ക് കഴിയണം. നമുക്ക് നമ്മളെ മറ്റുള്ളവരെ ഒന്ന് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ഭയന്നു പോകും. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ അതിജീവിക്കാൻ കഴിയും. കാരണം എന്താ വെച്ചാൽ, നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവിൻ്റെ വലിയ സവിശേഷതയെക്കുറിച്ച് പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് പറയുമ്പോൾ, പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ, 1-ാം അധ്യായം കർത്താവിന് മഹത്വം. നമ്മൾ അത് ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ടോ? ഞാൻ പത്രോസിൻ്റെ ലേഖനത്തിലെ ആ വാക്യം എനിക്ക് ഇപ്പോൾ ഒരു മറവി സംഭവിച്ചതുപോലെ തോന്നുന്നു. അപ്പോൾ ഇവിടെ വായിക്കുന്നത് ഗലാത്യർ അതിൻ്റെ 4-ാം അധ്യായം 7-ാം വാക്യം, 6-ാം വാക്യം: നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നിങ്ങളിനി ദാസനല്ല, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശികളുമാകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത്, നമ്മൾ പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് പ്രാപിച്ചിരിക്കുന്നതെന്ന്. പുത്രത്വത്തിൻ്റെ ആത്മാവിനെ. അപ്പോൾ ഈ പുത്രത്വത്തിൻ്റെ ആത്മാവ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നത്, അത് വളരെ ധൈര്യത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ വളരെയധികം ധൈര്യത്തിൻ്റെ ആത്മാവാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് പുത്രത്വത്തിൻ്റെ ആത്മാവ് ആകുന്നു. ആ പുത്രത്തിൻ്റെ ആത്മാവ് വളരെ ധൈര്യത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ
नाम वीरत्वത്തിൻ്റെ ആത്മാവ് डर की आत्मा नहीं दूसरे तिमोथी 1:7 हाँ मतलब तिमोथियस का पत्री में है प्रभु का धन्यवाद हो मतलब कभी कभी कई ऐसा जगह में मतलब बात भूल जाता है सॉरी അപ്പോൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചത് പിന്നെ നമ്മൾ 2 തിമോത്തി 1-ാം 7-ാം വാക്യമാണ്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: വീരത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സ്വബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അപ്പോൾ അത് ശക്തിയുടെ ആത്മാവാകുന്നു എന്ന് നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ദൈവമക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ് അത് ശക്തിയുടെ ആത്മാവാണ്. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ കർത്താവിൻ്റെ വാഗ്ദത്തം കർത്താവ് കൊടുക്കുമ്പോൾ, അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം 8-ാം വാക്യം നമുക്ക് വളരെ സുപരിചിതമാണ്. അവിടെ വായിക്കുന്നത് എന്താണ്? ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയായിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നത് തന്നെ കർത്താവിൻ്റെ സാക്ഷികളാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആത്മാവിനെ പ്രാപിച്ചെന്ന് പറയുന്ന അനേകരും ഇന്ന് കർത്താവിൻ്റെ സാക്ഷികളാകുന്നില്ല. കാരണം അവർ യഥാർത്ഥത്തിലുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ, ആ ധൈര്യത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചില്ല എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ ദൈവവനത്തിൽ, നമ്മൾ ഒരു ആത്മീയ ജീവിതത്തിൽ ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ അനുഭവത്തിൽ ഉണ്ടാകണം എന്നുള്ളത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. അപ്പം ഇവിടെ പിന്നെ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ നമുക്കറിയാം, അവരുടെ ജീവിതത്തിൽ വളരെ ഭീരുവായിരുന്ന പത്രോസ് പെന്തക്കോസ്ത് നാളിന് ശേഷം താൻ വളരെ ധൈര്യത്തോടു കൂടി പ്രതികൂലങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് ഇടയായിത്തീർന്നു. നോക്കണം, നമ്മൾ യഥാർത്ഥമായും വീണ്ടും ജനിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ഒരു വ്യക്തിക്ക് ഈ അനുഭവത്തിലൂടെ മുന്നേറാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ പിന്നെ അവരെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. അപ്പോൾ ഇവരുടെ ഒരു അസാധാരണ ധൈര്യം നോക്കുക. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ അവർക്ക് യാതൊരു ഭയവും ഇല്ല. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിക്കുക. നോക്കുക, ഈ ആത്മാവിൻ്റെ ഫലമായിട്ട് അവർ കർത്താവിൻ്റെ നാമത്തിലുള്ള ഈ സുവിശേഷീകരണത്തെ തടയുവാനായിട്ട് അധികാരികൾ അവർ വളരെ ശക്തമായിട്ട് ഇടപെട്ടപ്പോൾ അവർ പറഞ്ഞ മറുപടി പോലും നോക്കണം. അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തി 4:19-20 പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയുമരുത് എന്ന് കൽപ്പിച്ചു. അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തേക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന് മുൻപാകെ ന്യായമോ എന്ന് വിധിപ്പിൻ. കണ്ടോ, എത്ര ധൈര്യമായിട്ടാണ് പ്രിയമുള്ളവരെ, എത്ര ധൈര്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ 5:29 നമ്മൾ വായിക്കുന്നുണ്ട്, അതിന് പത്രോസിന് ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. അപ്പോൾ അനുസരണത്തിൻ്റെ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർ വളരെ ധൈര്യശാലികളായി ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കാണാൻ കഴിയും. അപ്പം നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ യഥാർത്ഥമായും ഓരോ ശരിയാണ് ജീവിതത്തിൽ ഈ ആത്മാവിൽ താൻ വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിന് വേണ്ടി അധ്യധ്വാനം ചെയ്യുവാനായിട്ട് താൻ ഓടുകയാണ്. താൻ ആ പോർക്കളത്തിൽ വളരെ നല്ല പോർ പൊരുതുകയാണ്. നമ്മൾ കൊളോസ് ലേഖനം അതിൻ്റെ 2-ാം അധ്യായം, കൊളോസ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കേണ്ടതിനും എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അപ്പോൾ താനിവിടെ വലിയൊരു പോരാട്ടം കഴിക്കുക. നോക്കുക, അവരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുവാൻ
അതിൻ്റെ പിന്നെ 1-ാം അധ്യായം കൊളോസ്യർ 1:28-29 വായിക്കുമ്പോൾ, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. കണ്ടോ, ഇത് വലിയ പോരാട്ടമാണ്. മറ്റുള്ളവരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം. ശ്രദ്ധിക്കുക, വളരെ വിലപ്പെട്ട കാര്യമല്ലേ. ഈ പോരാട്ടത്തിലാണ് നമ്മൾ എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ ഓരോ ദിവസവും ഈ കൊളോസ്യരിൽ തന്നെ മറ്റൊരു പോരാട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പ്രാർത്ഥനയുടെ പോരാട്ടം. അത് എപ്പഫ്രാസിനെ കുറിച്ച് പറയുമ്പോഴാണ്, ക്രിസ്തുയേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. കണ്ടോ, അപ്പോൾ നമുക്ക് വിവിധ നിലകളിൽ മറ്റുള്ളവർക്ക് സഹായിക്കുവാനും അവരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുവാനും നമുക്ക് കഴിയും. ഒന്ന്, നമുക്ക് ദൈവവചനത്തിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുക. 2, പ്രാർത്ഥനയിലൂടെ നമ്മൾ അവർക്ക് വേണ്ടി പോരാടുക. ഇതൊക്കെ വളരെ വിലപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും തെറ്റുകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കറിയാം, കായനോട് ദൈവം പറയുമ്പോൾ, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, നീ അതിനെ ജയിക്കണം. അവിടെ ഒരു പോരാട്ടമുണ്ട്. അപ്പം അത് തന്നെയല്ലേ നമ്മൾ എബ്രായർ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും വായിക്കുന്നത്, എബ്രായർ 12:4, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അപ്പോൾ പാപത്തോട് പോരാടുന്നതിൽ നമുക്ക് പ്രാണനെ പോലും കൊടുക്കേണ്ടതായി വന്നേക്കാം. അപ്പോൾ നമ്മൾ വിവിധ നിലകളിൽ നമ്മളൊരു പോർക്കളത്തിലാണ് എന്ന കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. നമ്മൾ 2 കൊരിന്ത്യർ അതിൻ്റെ 10-ാം അധ്യായം 3 മുതൽ 6 വരെ വായിക്കുമ്പോൾ, 2 കൊരിന്ത്യർ chapter 10 verse 3-6, അവിടെ വായിക്കുമ്പോൾ, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയുമിരിക്കുന്നു. അപ്പോൾ ഇവിടെ വായിക്കുന്നതെന്ന് പറഞ്ഞാൽ അനുസരണക്കേടിൻ്റെ ആത്മാവിനെതിരെയുള്ള പോരാട്ടം. അപ്പം നമ്മളിൽ ഏത് നിലയിലും ദൈവത്തിൻ്റെ സത്യത്തെ അനുസരിക്കാതിരിക്കുവാനായിട്ട് മറ്റൊരു ആത്മാവ് നമ്മളിൽ പോരാടുന്നുണ്ട്. അതിനെതിരെയുള്ളൊരു പോരാട്ടം. നമ്മുടെ ചിന്താഗതികളിൽ നമ്മുടേതായ വിചാരങ്ങൾ, ഭാവങ്ങൾ, നിരൂപണങ്ങൾ, ഇവിടെയെല്ലാം ശത്രുവിൻ്റെ പോരാട്ടം ഉണ്ടാകും. എന്നാൽ അതിനെയും നമ്മൾ പിടിച്ചടക്കുവാനായിട്ട് നമ്മൾക്ക് ആത്മബലം, നമ്മുടെ അകത്ത മനുഷ്യൻ ശക്തിപ്പെടണം. അവിടെ ഒരു പോരാട്ടമാണ്. ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾ മാത്രമല്ല, നമ്മൾ എഫേസ്യ ലേഖനം 6-ാം അധ്യായം അവിടെ നമ്മൾ വായിക്കുന്നത് എന്തുവാ? എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം അവിടെ വായിക്കുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അപ്പോൾ പൈശാചിക സേനയോട് നമുക്ക് യുദ്ധമുണ്ട്. ഈ പോർക്കളത്തിൽ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കുവാനായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പല നിലകളിൽ ശത്രു നമ്മളെ തകർക്കുവാനായിട്ട് ശ്രമിക്കും. അവൻ വലിയ ഉപായിയാണ്. നമ്മൾ 2 കൊരിന്ത്യർ 2:11 വായിക്കുന്നുണ്ട്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. അവൻ തന്ത്രങ്ങളിലൂടെ നമ്മളോട് പോരാടി നമ്മളെ തകർക്കുവാൻ ശ്രമിക്കും. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയമുള്ളവരെ, ഇവിടെ പൗലോസിലെ പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതുന്ന, താൻ നല്ല പോർ പൊരുതി ജയിച്ചു. താൻ തൻ്റെ പ്രാണനെ പോലും അപ്രിയമായി കണ്ടു. നമുക്കറിയാം, നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ 20-ാം അധ്യായം 24-ാം വാക്യത്തിൽ പൗലോസിന്റെ സാക്ഷ്യം കേൾക്കാം. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. അപ്പോൾ തനിക്ക് ലഭിച്ച ശുശ്രൂഷ തികയ്ക്കുവാൻ തൻ്റെ പ്രാണനെ താൻ അപ്രിയമായി കണ്ടു. വിലപ്പെട്ട കാര്യം. ഇന്ന് അനേകർക്കും
അവരുടെ പ്രാണൻ വിലയേറിയതായി കാണുന്നത് കൊണ്ട് വിജയകരമായി ജീവിക്കാൻ കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ പ്രാണനെ അപ്രിയമായി കാണാൻ കഴിയാത്തത്തോളം കാലം ഒരു വിജയകരമായ ജീവിതം പറ്റുകയില്ല. ജയാളികളെ കുറിച്ച് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യത്തിൻ്റെ അവസാനം വായിക്കുന്നത് അവർ തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ലെന്നാണ്. അപ്പോൾ അവർ അവരുടെ പ്രാണനെ പ്രിയപ്പെട്ടില്ല. നമ്മൾ നമ്മുടെ പ്രാണനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ പ്രാണനെ നശിപ്പിക്കുക. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, അപ്പോസ്തലന്മാരെല്ലാവരും രക്തസാക്ഷികളാകുക ചെയ്ത്. പൗലോസ്ലീഹ തന്നെ നീറോയുടെ കൽപ്പന പ്രകാരം ശിരച്ഛേദം ചെയ്യുകയും ചെയ്തത്. നോക്കണം, പത്രോസ് തലകീഴായി ക്രൂശിക്കപ്പെടുകയാണ് ഉണ്ടായത്. അത് തൻ്റെ അന്തിമ അഭിലാഷം ചോദിച്ചപ്പോൾ, ഞാൻ എൻ്റെ ഗുരുനാഥനെ പോലെ നേരെ ഭരിക്കാൻ യോഗ്യനല്ല, അവിടുത്തെ പാതാളബന്ധങ്ങളെ ചുംബിച്ചുകൊണ്ട് എന്നെ തലകീഴായി ക്രൂശിക്കാൻ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ചെയ്തു. ഏതായാലും എല്ലാ ശിഷ്യന്മാരും, യോഹന്നാൻ മാത്രം പത്മോസിലേക്ക് നാടുകടത്തപ്പെടുക എന്ന് പറയുന്നത് തന്നെ അതൊരു അന്നത്തെ രീതിയിൽ പറഞ്ഞാൽ അതൊരു വലിയൊരു രക്തസാക്ഷിത്വ മരണമാണ്. തന്നെ തിളച്ച എണ്ണയിലിട്ടതായിട്ട് ചരിത്രത്തിലുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരെയും അവർ രക്തസാക്ഷികളായി മരിക്കുകയത്. ആ ചരിത്രം നമുക്കിപ്പോൾ ഇവിടെ വിവരിക്കാൻ സമയം പോരല്ലോ. അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ സാരം എന്നാ പ്രിയമുള്ളവരെ, ഇവിടെ പൗലോസ്ലീഹ ഒരു നല്ല യുദ്ധസേവ ചെയ്ത് ഈ യുദ്ധത്തിൽ നമുക്കറിയാം, യുദ്ധത്തിൽ മരണം സംഭവിക്കാം. അങ്ങനെ താൻ നല്ല യുദ്ധസേവ ചെയ്തു. എന്നിട്ട് പറയുന്നതിനാണ് താൻ ഓട്ടം തികച്ചു. നമുക്കറിയാം ക്രിസ്ത്യ ജീവിതം ഒരു ഓട്ടമാണ്. ഇതൊക്കെ നമുക്ക് വളരെ സമയങ്ങളെടുത്ത് ചിന്തിക്കേണ്ടതാണെങ്കിലും ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഓട്ടം ഇതൊരു ചെറിയ ഒരു ഓട്ടമല്ല, ഇതൊരു 100 മീറ്റർ ഓട്ടമല്ല. ഓട്ടം ആരംഭിക്കാൻ ആർക്കും കഴിയും, എന്നാൽ എത്ര പേർ ലക്ഷ്യത്തിലെത്തുന്നുണ്ട്, ഓട്ടം തികയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് വിഷയം. നമ്മൾ 1 കൊരിന്ത്യർ 9-ാം അധ്യായം അതിൻ്റെ 24 മുതൽ വായിക്കുമ്പോൾ, ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അപ്പം നമുക്ക് വിരുദ് പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മൾ ഓടണം. അങ്ങനെയൊരു ഓട്ടം ഇന്ന് നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചിന്തനീയം. ഇന്ന് വിരുദ് പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ളൊരു ഓട്ടം. ഇന്ന് പലരും ശൗൽ ഓടി, എന്നാൽ തനിക്ക് ഓട്ടം തികയ്ക്കാൻ കഴിഞ്ഞില്ല, താൻ പരാജിതനായി. അതുപോലെ തന്നെ ശലോമോൻ ഓടി, തനിക്ക് ഓട്ടം നന്നായി തീർക്കുവാൻ കഴിഞ്ഞില്ല. ഗേഹസി ഓടി, താൻ ഒരു നല്ല ഒരു ശിഷ്യനായി വളരേണ്ട താൻ അതിന് നഷ്ടപ്പെടുത്തി. ഗേഹസി ഓടി, ദേമാസ് ഓടി, ലോകത്തിന് പിന്നാലെ ഓടി. നോക്കുക, കർത്താവ് ആ ഓട്ടം തികയ്ക്കുവാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ല ഓട്ടം ഓടുന്നവരായിരിക്കണം. നമ്മൾ 1 തിമോത്തിയോസ് 6-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, നീയോ ദൈവത്തിന് മനുഷ്യനായുള്ളവയെ അത് വിട്ടോടി. ഏത്? അതിന് മുമ്പിൽ പറയുന്നുണ്ട് 10-ാം വാക്യം, ദ്രവ്യാഗ്രഹം വിട്ടോടണം, ലോകസ്നേഹം വിട്ടോടണം, ഇതെല്ലാം വിട്ടോടണം. അപ്പോൾ ഇന്ന് നമുക്ക് വിടേണ്ടവയെ വിടുവാനായിട്ട് കഴിയുന്നുണ്ടോ? ഓടേണ്ടുമെന്നും ഓടുവാൻ കഴിയുന്നുണ്ടോ? ഈ ചോദ്യം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. അപ്പോൾ ഇവയെല്ലാം വിട്ടോടണം. അവിടെ 4-ാമത്തെ കാര്യം പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ വിശ്വാസം കാത്തു എന്നാണ്. വിശ്വാസം കാത്തു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഉണ്ടായിരുന്ന ആദ്യ വിശ്വാസം ഇന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണ്ടേ. യൂദായുടെ ലേഖനം 3-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. വിശ്വാസത്തിന് വേണ്ടി പോരാടണം. നോക്കുക, ഈ വിശ്വാസത്തിലുള്ള നിലനിൽപ്പ് ഒരു പോരാട്ടമായിട്ടാണ് നമുക്കവിടെ വായിക്കാൻ കഴിയുന്നത്. മാത്രമല്ല 1 തിമോത്തി 5:12 വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, ആദ്യ വിശ്വാസം തള്ളുകയാൽ അവർക്ക് ശിക്ഷാവിധിയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾക്ക് യഥാർത്ഥമായിട്ടും കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ രക്ഷിതാവായി കണ്ട നാളിലെ ആ വിശ്വാസം വെച്ചു പുലർത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മൾ 2 കൊരിന്ത്യർ അതിൻ്റെ 13-ാം അധ്യായത്തിൽ പൗലോസ് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. 2 കൊരിന്ത്യർ 13-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം അവിടെ വായിക്കുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ, നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ. അപ്പോൾ നമ്മൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് പരിശോധിക്കണം. പ്രത്യേകിച്ചും ഇത് വിശ്വാസ ത്യാഗത്തിൻ്റെ ഒരു സമയമാണ്.
അപ്പോൾ നമുക്ക് വിശ്വാസത്യാഗം സംഭവിക്കാതെ, വിശ്വാസത്യാഗം എന്നുള്ളത് സത്യവചനത്തിൽ നിന്നും വ്യതിചലിക്കുമ്പോൾ അവിടെ വിശ്വാസത്യാഗം സംഭവിക്കുക. ഈ വലിയൊരു കാര്യം നമ്മൾ നന്നായി ഓർക്കുന്നത് നന്നായിരിക്കും. അവസാനം താൻ പറയുന്നത്, എനിക്കായി കിരീടം ഒരുക്കിയിട്ടുണ്ട്, ഞാൻ കിരീടം പ്രാപിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് നിശ്ചയമായും വിളിക്കപ്പെട്ട എല്ലാവരും ജയാളികളായി കിരീടം പ്രാപിക്കണമെന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ അവിടെ ഒരു മുന്നറിയിപ്പ് നമുക്ക് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ കാണാൻ കഴിയും. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ തക്കോണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. അപ്പം നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ തക്കണം എന്ന് പറഞ്ഞാൽ കിരീടം നഷ്ടമാകുന്ന അനുഭവം ഉണ്ടെന്നാണ്. അപ്പം നമുക്ക് യഥാർത്ഥമായും കിരീടം ലഭിക്കുമോ? കിരീടം ലഭിക്കാൻ തക്കോണം ഞാൻ ഓടുന്നുണ്ടോ? നമുക്കറിയാം 5 നിലയിലുള്ള കിരീടങ്ങളെക്കുറിച്ച് തിരുവചനം പറയുന്നുണ്ട്. അനേക ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഞാൻ ഇതിൽ ഏത് നിലയിലുള്ള കിരീടമാണ് പ്രാപിക്കുവാനായിട്ട് ഓടുന്നത്, ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിനെ കേന്ദ്രീകൃതമാക്കി കർത്താവിൽ വസിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു വിജയകരമായ ജീവിതം നയിച്ച് കർത്താവിൻ്റെ വരവിനെ പ്രത്യാശയോടെ കാത്തിരിക്കാം. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ പൗലോസ് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. താൻ ഒന്ന് തന്നെ പാനീയകമായി ദൈവത്തിന് സ്വന്തം വരുത്തുക എന്നുള്ള ഏക ലക്ഷ്യത്തിൽ താൻ ഓടുവാനിടയായി. രണ്ടാമത് താൻ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി. ഇന്ന് നമുക്ക് വ്യക്തിപരമായിട്ട് അഭിമാനത്തോടെ പറയാൻ കഴിയുമോ ഞാൻ നല്ല പോർ പൊരുതി എന്ന്? അങ്ങനെ പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് എത്രയോ നല്ല കാര്യം. മൂന്നാമത് താൻ പറയുന്നത്, ഞാൻ എൻ്റെ ഓട്ടം തികച്ചുവെന്നാണ്. അതെ, ഇന്നത്തെ അവസ്ഥയിൽ ഞാൻ എൻ്റെ നല്ല ഓട്ടം ഓടി, ഞാനിത് ഫിനിഷ് ചെയ്തിരിക്കുന്നു എന്ന് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ നമുക്ക് കഴിയുമോ? നാലാമത്, ഞാൻ വിശ്വാസം കാത്തു എന്ന് പറഞ്ഞാൽ ആദ്യ വിശ്വാസത്തിൽ ഒരു കുറവുമില്ലാതെ ആ വിശ്വാസം നിലനിന്നുകൊണ്ട് എൻ്റെ കർത്താവിന് ജീവിക്കുവാൻ, വിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ കാണാത്ത കാര്യങ്ങൾ നിശ്ചയവും നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആ അറിവിൽ നമ്മൾ ആ നിശ്ചയത്തിൽ ഓട്ടമോടി തികയ്ക്കുക എന്നുള്ളതാണ്. അതിന് തനിക്ക് കഴിഞ്ഞു. അഞ്ചാമത്, താൻ കിരീടം പ്രാപിക്കാൻ പോകുന്നുവെന്നാണ് പറഞ്ഞത്. തനിക്ക് കിരീടം ലഭിക്കുമെന്നുള്ള ഉറപ്പ് തനിക്കുണ്ടായിരുന്നു. ഇന്ന് ആ ഉറപ്പ് എന്നെ കേൾക്കുന്ന എല്ലാ വിശുദ്ധന്മാരും ഞാൻ ചോദിക്കട്ടെ, ഈ ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടോ? പൗലോസ് പറഞ്ഞതുപോലെ നമുക്കും പറയാൻ കഴിയണം. അതിനാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തിരുവചനപ്രകാരമുള്ള ഒരു നല്ല ഓട്ടം ഓടി ഒരു നല്ല ജയം വരിച്ച് കർത്താവിൻ്റെ വരവിനെ പ്രത്യാശയോടെ കാത്തിരിക്കാൻ ഈ വചനങ്ങളാൽ ദൈവ കർത്താവ് എല്ലാവർക്കും സഹായിക്കട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.